ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. അപ്പോൾ ഞാനിവിടെ പ്ലം കേക്ക് തയ്യാറാക്കിയിട്ടുള്ള 2 സ്റ്റെപ്പുകളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ബദാം ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, ടൂട്ടി ഫ്രൂട്ടി. ഞാനിവിടെ 3 കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെങ്കിൽ അതുപോലെ എടുക്കാം കേട്ടോ. ഇനി ഒരു കളറാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ജ്യൂസ് മുന്തിരിയാണ്. ഞാനിവിടെ ഒരു 300 ഗ്രാം ജ്യൂസ് മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് ഭാഗവും എടുത്തിട്ടുണ്ട്. നമുക്ക് മുന്തിരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗ്യാസിൽ പാത്രം വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 25 മിനിറ്റ് സിമ്മിലിട്ടിട്ട് എടുക്കണം. അപ്പോൾ 25 മിനിറ്റിന് ശേഷമാണ് കേട്ടോ കണ്ട മുന്തിരിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെറുനാരങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി മുന്തിരി നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം. അപ്പോൾ മിക്സിയിൽ ഒരിക്കലും അരക്കരുത് കേട്ടോ, കൈ കൊണ്ട് എടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഇതിന് 1 കപ്പ് വെള്ളമാണ് കേട്ടോ വെച്ചിരുന്നത്. 1/2 കപ്പായി വന്നിട്ടുണ്ട്. 25 മിനിറ്റിന് ശേഷം വെള്ളമൊക്കെ വറ്റി വരും. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലും കുഴപ്പമില്ല, ഗ്ലാസിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത്രയും നന്നു. നമുക്ക് അതിലേക്ക് ഞാൻ ടൂട്ടി ഫ്രൂട്ടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളിതിന് 2 ദിവസം മുമ്പ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതുപോലെ ജ്യൂസൊക്കെ തയ്യാറാക്കിയിട്ട് 2 ദിവസം മുമ്പ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. ഇനി ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എയർ കടക്കാത്ത രൂപത്തിൽ ടൈറ്റായിട്ട് മൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഏത് ബോട്ടിലെടുത്താലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ടൈറ്റായിട്ട് എയർ കിടക്കാത്തൊരു ബോട്ടിലായാൽ മതി. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്താ നോക്കാം. ഇനി ഇതിൻ്റെ കേക്ക് തയ്യാറാക്കാനായിട്ട് ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 400 ml മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് 3 പ്രാവശ്യം തരിച്ചെടുത്താണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ജാതിക്ക പൊടിച്ചെടുത്തതാണ്. ജാതിക്ക നന്നായിട്ട് പൊടിച്ചെടുത്തത്. പിന്നെ ഇത് കാരമലൈസ് ചെയ്ത പഞ്ചസാര സിറപ്പാണ്. ഇതാണ് നമ്മുടെ 2 ദിവസത്തിന് ശേഷമുള്ള ജ്യൂസ്. പിന്നെ പഞ്ചസാര പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് നല്ല ക്രീമി ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/3 കപ്പിന് ഇതുപോലെ ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ തരിച്ച് വെച്ചിട്ടുള്ള മൈദമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കാരമലൈസ് ചെയ്ത പഞ്ചസാര സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കട്ടോ. ഞാനിവിടെ നന്നായിട്ട് ബ്രൗൺ കളർ വേണ്ടാത്തതുകൊണ്ട് കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ജാതിക്ക പൊടിച്ചതാണ് കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് പൊടിയാണെന്ന് വെച്ചെങ്കിൽ അത്രയും നല്ലതാണ്. എന്നിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആവണം. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കേക്ക് ടിന്നിൽ സൺഫ്ലവറൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി മാത്രമായാലും കുഴപ്പമില്ല, ഗാർണിഷിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഞാനിത് ഇതുപോലെ ഒരു തട്ടിൻ്റെ മുകൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂർ വേണം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് 1 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ കാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെ സിറപ്പ് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ വരും കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ ഞാനിത് ചൂടോടെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചൂടാറിയതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം ഇതിൽ നട്ട്സൊക്കെ ഒരുപാടുള്ളത് കാരണം നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മുറിഞ്ഞു പോകും. അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം മുറിക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റിയാണ്, ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.